ഉള്ളവരാണെന്ന് അറിയില്ല. നായയുടെ ഉടമ പോലീസിൽ പരാതി നൽകിയതോടെയാണ് ഈ പ്രതികൾ ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. സംഭവത്തിൽ പോത്തൻകോട് സ്വദേശികളായ യാസീൻ, മുഹമ്മദ് ദാരിഫ് എന്നിവരാണ് പിടിയിലായത്. അതിന്റെ വിശദാംശങ്ങൾ അല്പസമയത്തിനകം ലഭിക്കുമെന്നറിയുന്നു. തിരുവനന്തപുരം ജനറൽ ഹോസ്പിറ്റലിന് മുന്നിലെ അപകടത്തിൽ വാഹനമോടിച്ച വിഷ്ണുനാഥിന്റെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തു. 1 വർഷത്തേക്കാണ് ഈ സസ്പെൻഷൻ. ഡ്രൈവിംഗ് പരിശീലനം നൽകിയ ബന്ധു വിജയന്റെ ലൈസൻസും സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അപകടത്തിൽ പരിക്കേറ്റ 5 പേരിൽ 4 പേരുടെ നില ഗുരുതരമായി ഇപ്പോഴും തുടരുകയാണ്. റിനു ശ്രീധർ തിരുവനന്തപുരത്തും ചേർന്ന് കൂടുതൽ വിവരങ്ങളുമായി. റിനു, ഇന്നലെയാണ് നമ്മളെല്ലാം ഞെട്ടിച്ച അപകടം, അതിന്റെ ദൃശ്യങ്ങൾ സഹിതം ആ വാർത്ത ഇന്നലെ പുറത്തുവന്നത്. അതിൽ പരിക്കേറ്റവരുടെ നില അതീവ ഗുരുതരമായി തന്നെ തുടരുകയാണ്. ഡ്രൈവിംഗ് പരിശീലനത്തിന്റെ ഭാഗമായിട്ട് വന്നവരാണ് ഈ അപകടം ഉണ്ടാക്കിയത് ഇന്നലെ തന്നെ വ്യക്തമായതാണ്. ഇതിലിപ്പോൾ നടപടി ഉണ്ടാകുന്നു അല്ലേ? ജനറൽ ഹോസ്പിറ്റലിന് മുന്നിൽ വലിയ രീതിയിലുള്ള ഒരു അപകടത്തിലാണ് വിഷ്ണുദാസ് ഓടിച്ച കാറ് വഴിവെച്ചത്. 5 പേർക്ക് അതിൽ ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. 4 പേരുടെ നില ഇപ്പോഴും അതീവ ഗുരുതരമായി തുടരുകയാണ്. 2 പേരും വെന്റിലേറ്ററിലാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇതിൽ വാഹനം ഓടിച്ച വിഷ്ണുനാഥിനെതിരെ ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പ് നടപടി എടുത്തിരിക്കുന്നു. വിഷ്ണുനാഥിന്റെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തുകൊണ്ട് RTO ഉത്തരവിറക്കി എന്നുള്ളതാണ്. ഒപ്പം ഈ കാറ് ഡ്രൈവിംഗ് പരിശീലനം നൽകിയ ബന്ധു, ഈ വിഷ്ണുനാഥിന്റെ ബന്ധു വിജയന്റെ ലൈസൻസും സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. 1 വർഷത്തേക്കാണ് ആ സസ്പെൻഷൻ കാലാവധി എന്നുള്ളതാണ് ഉത്തരവിൽ പറയുന്നത്. ഒപ്പം 2 പേരെയും ഇടപ്പാൾ IDTR-ൽ, അതായത് ഡ്രൈവിംഗ് പരിശീലന കേന്ദ്രമാണ്, ഇവിടെ എത്തിച്ച് പരിശീലനം നൽകുന്നതിനും വേണ്ടിയും ആ ഉത്തരവ് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിച്ച ഉത്തരവിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. വിഷ്ണുനാഥ് ഓടിച്ച കാറിടിച്ച് പരിക്കേറ്റവർ ഇപ്പോഴും ആശുപത്രിയിൽ തുടരുകയാണ്. പ്രജിൽ, റിനു ശ്രീധറാണ് വിശദാംശങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത്.